മുരുക, അയ്യപ്പസ്വാമി, എൻ്റെ ഭാര്യയ്ക്കും മകനും പണിയെടുക്കാനുള്ള ആരോഗ്യം കൊടുക്കണേ. കനകമ്മേ, ഓ കഞ്ഞിയാകുമ്പോ വിളിച്ചാ മതി. കുളി ഒരുക്കം കണ്ടാ തോന്നും ഏതാണ്ട് പണിക്ക് പോകാൻ പോവുകയാണെന്ന്. കുളി കഴിഞ്ഞപ്പോ ഒരു തളർച്ച. എണീക്കണ്ട, പഠിച്ചോ. നന്നായി പഠിക്കണ്ടോ നീ? പഠിക്കണം. മോഹനോ TTCക്ക് ചേരാൻ പറ്റില്ല. നിന്നെയെങ്കിലും ടീച്ചർ ആക്കണമെന്നാ അവന്റെ ആഗ്രഹം. ഇല്ലെങ്കിൽ അവൻ പ്രായക്കൊല്ലുന്ന എന്നെയായിരിക്കും. അല്ലെങ്കിൽ തന്നെ അവന്റെ ഭാവി തൊലിച്ചോ ഞാനാണെന്നാണ് പറയണത്. അതല്ലെങ്കിലും ശരിയല്ലേ? TTC പാസ്സായി കടപ്പുറത്തുള്ള സ്കൂളിൽ മാഷായി വരേണ്ട ചെറുക്കനാ. അവൻ പഠിപ്പ് നിർത്തി കടലിൽ പോകാൻ തുടങ്ങിയത് നിങ്ങൾ കാരണമല്ലേ? നിന്റെ വർത്താനം കേട്ടാ വള്ളപ്പടിയിൽ വീണ് കിടപ്പില്ലാതെ ഏതാണ്ട് മനഃപൂർവ്വം തോന്നൂല. ഓ പിന്നെ, പണ്ടങ്ങാണ്ടോ വള്ളപ്പടിയിൽ വീണുന്നും പറഞ്ഞ് ജീവിതകാലം മുഴുവനും മനുഷ്യന്മാര് പണിക്ക് പോകാണ്ടിരിക്കല്ലേ? ആ ചെറുക്കനും ഞാനും പണിയെടുക്കണത് കൊണ്ട് മൂത്ത ഒരെണ്ണത്തിനെ കെട്ടിച്ചു വിടാൻ പറ്റിയച്ചോ. അല്ലെങ്കിൽ അവൾ ഇപ്പോഴും ഇവിടെ തന്നെ നിന്നേനെ. ഉണിക്കണ്ടൻ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. പണിക്ക് പോയാൽ എന്താ? എന്റെ അച്ഛോ, ഞാൻ നടക്കണേ എങ്ങനെയാന്ന് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. ഇന്ന് രാവിലെ കൂടി നടുവിനൊരു പിടുത്തം. അതിന്നലെ എന്റെ കൂടെ മീമിക്കാൻ വരാൻ പറഞ്ഞപ്പോ തുടങ്ങിയ പിടുത്തമാണച്ചോ. ഓരോ ദിവസം ഇങ്ങേർക്ക് ഓരോ പിടുത്തവാ. നടുവിന് പിടുത്തം, കാലിന് പിടുത്തം, മീൻ പിടുത്തം മാത്രം ഇല്ല. എന്താ കണ്ട ഇത്? കണ്ടനൊരു കാര്യം ചെയ്യും, വലിയ അധ്വാനമുള്ള പണിക്കൊന്നും പോണ്ട. പണി എടുക്കണമെങ്കിൽ നല്ല അധ്വാനമുള്ള പണിയെടുക്കണം, അല്ലെങ്കിൽ എടുക്കാൻ പോകരുത്. എന്നാ പിന്നെ അധ്വാനമുള്ള പണിയെടുക്ക്. അതിന് ആരോഗ്യം വേണ്ടേ അച്ഛോ? ചുരുക്കി പറഞ്ഞ പണിയെടുക്കുന്നത് കണ്ടന് ഇഷ്ടല്ല. ഫാദർ കണ്ടെന്ന് പറയുമ്പോ എനിക്ക് കണ്ടം പൂച്ച ഓർമ്മ വരുന്നത്. വലിയ പഠിപ്പുകാരി. 10ാം ക്ലാസ്സിലായപ്പോ തന്നെ അവൾ അച്ഛനെ പൂച്ചയേക്കാൻ തുടങ്ങി. വെറും പൂച്ചയല്ല, പണിയെടുക്കാത്ത കള്ളം പൂച്ച. ട്യൂഷൻ എടുക്കാൻ പോയവൻ അന്തരമാർക്ക് ഓടി വരി. ഇനി വല്ല ചാകരയും വന്ന അച്ചോ വന്നച്ചോ. ഞാൻ പറഞ്ഞില്ലേ അച്ചോ, ചാകരയാണ്. പത്രത്തിൽ വന്നച്ചോ. പത്രത്തിൽ ചാകര. അന്ന് താമരയുടെ ഇന്റർവ്യൂ എടുത്തെന്ന് പറഞ്ഞില്ലേ, അതേ പത്രത്തിലുണ്ട്. നോക്ക്. കടലിൽ ഒരു ചെന്താമര. നേരാണല്ല. എടാ മോഹന, നിനക്കും കൂടെ ഇവക്കടെ അടുത്ത് കയറി നിൽക്കാൻ പാടില്ലായിരുന്ന. അതിന് കടലിൽ മീൻ പിടിക്കുന്ന പെണ്ണ് ഞാനാണ്, അവളല്ലേ? മിടുക്കിയ ഇവളെ പോലെ ഇവള് മാത്രമേ കാണൂ. കടലിനോടും ജീവിതത്തോടും പൊരുതി ജീവിക്കുന്ന ഈ പെൺകുട്ടി സ്ത്രീ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ് എന്നാ ഇതിലെഴുതിയിരിക്കണേ. ഇവളെ നമുക്കൊന്ന് ആദരിക്കണം. ഇതൊരു ആഘോഷാക്കി മാറ്റണം. ഓ, അച്ഛനോടൊപ്പം കടലറിഞ്ഞ് വളർന്ന ചെന്താമര അച്ഛന്റെ മരണശേഷം അദ്ദേഹം പഠിപ്പിച്ച് തൊഴിൽ ചെയ്തുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് നയിക്കുകയായിരുന്നു. സുഹൃത്തുക്കളുടെയും സ്നേഹസമ്പന്നരായ അയൽവാസികളുടെയും പിൻബലത്തിൽ കടലിന്റെ മകളായി തന്നെ അവൾ വളരുകയായിരുന്നു.